കാരുണ്യ പദ്ധതിയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്ക് കൂടുതൽ തെളിവ്. പദ്ധതിയുടെ പ്രതിസന്ധി പരിഹാര സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാനും മാസങ്ങൾ നീണ്ടു. സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കോടികൾ കുടിശ്ശിക വന്നതോടെയാണ് പദ്ധതി നിലച്ചത്. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചികിത്സയുടെ പേരിൽ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും അവർക്ക് ആശ്വാസം നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കെ.എം. മാണി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരളത്തിൽ കാരുണ്യ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായി 1129 കോടി രൂപയാണ്. പക്ഷേ എന്നാൽ ഇന്ന് സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഈ കുടിശ്ശിക കാരണം സർക്കാർ ആശുപത്രികളും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും ഒക്കെ തന്നെ കാരുണ്യ പദ്ധതിയുടെ പേരിലുള്ള ചികിത്സ വേണ്ട എന്ന ഒരു തരത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ ഇത് പിൻവലിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിട്ടുണ്ട്. പണം കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയും ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയും 2023 ജൂണിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുകയും ധനകാര്യ സെക്രട്ടറിയുടെയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പഠിക്കുന്നതിലേക്കായി ഒരു ഉപസമിതിയെ തീരുമാനിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ആ യോഗം ചേർന്നും 11 മാസങ്ങൾക്ക് ശേഷമാണ് സമിതി രൂപീകരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ഡി കൃഷ്ണപ്രിയ, ആരോഗ്യ കുടുംബക്ഷേമ അഡീഷണൽ സെക്രട്ടറി സുഭാഷ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തുന്ന സമിതിയാണ് ഒരു മാസത്തിനകം ഇതിൽ പുതിയ റിപ്പോർട്ട് നൽകണമെന്ന ഒരു ശുപാർശ കൂടി വന്നിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് സമിതി രൂപീകരിക്കാനുള്ള കാലതാമസവും പദ്ധതിയോടുള്ള സർക്കാർ അവഗണനയും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്ഥാനത്തെ നിർധരരായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ ആശ്വാസമായിരുന്നു സംസ്ഥാനത്തെ കാരുണ്യ പദ്ധതിയിലൂടെയുള്ള ഈ ചികിത്സാ സഹായം. അവിടെയാണ് സർക്കാരിൻ്റെ അനാസ്ഥ കാരണം, സാമ്പത്തിക പ്രതിസന്ധി കാരണം, സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കാരണം ജനം പൊറുതിമുട്ടിയിരിക്കുന്നത്. അതുതന്നെയാണ് അഖിൽ. ഈ 11 മാസത്തെ നീണ്ട കാലയളവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ചികിത്സയുടെ പേരിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ഈ കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ പദ്ധതി മുടങ്ങി, അതായത് 1129 കോടി രൂപയോളം വരുന്ന തുക സർക്കാർ വരുത്തിയ കുടിശ്ശികയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഒരു നിലച്ച മട്ടിൽ എന്ന തരത്തിൽ പോകാനുണ്ടാകുന്നത്. അവിടെ നിന്നുമാണ് അതിനൊരു മാറ്റം സംഭവിക്കാൻ, അല്ലെങ്കിൽ അതിൽ എന്താണ് പ്രശ്നമെന്ന് പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിക്കാൻ ധനകാര്യ വകുപ്പ് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനം പോലും നടപ്പിലാക്കാൻ 11 മാസത്തെ ഉണ്ടായിരുന്നു. അതായത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷത്തെ കാലതാമസം ഉണ്ടാകുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അങ്ങനെ കാലതാമസം ഉണ്ടാകുമ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ, അതായത് ധനകാര്യ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായിട്ടാണ് ഒരു ഉപസമിതി തീരുമാനിച്ച് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, കുടുംബ ക്ഷേമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല, ധനവകുപ്പും ഒപ്പം ആരോഗ്യവകുപ്പും ഇതിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിലെ ചോദ്യം മനസ്സിലായില്ലായിരുന്നു അഖിൽ. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചത് സംസ്ഥാന സർക്കാരിനൊപ്പം ഇതിലൊരു ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത അത് ധനകാര്യ വകുപ്പിനും ഒപ്പം ആരോഗ്യ വകുപ്പിനും കൂടി ഉള്ളതാണ്. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം അങ്ങനെ തന്നെയാണ്. അതിലെ ഈ സ്വാഭാവികമായിട്ടും തിരുവഞ്ചൂർ സൂചിപ്പിച്ചു വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്, അതിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി കെ.എം. മാണിയുള്ള കാലത്താണ് കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഒരു തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി തന്നെ പണം കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി കാരുണ്യ ലോട്ടറി തന്നെ കേരളത്തിൽ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ധനകാര്യവും കൈകാര്യം ചെയ്തിരുന്നതും ലോട്ടറി കൈകാര്യം ചെയ്തിരുന്നതും നിയമവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും അക്കാലത്ത് കെ.എം. മാണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നിയമ തടസ്സങ്ങളൊക്കെ തന്നെ മറികടന്ന് പണം വകുപ്പിലേക്ക് കണ്ടെത്തിക്കൊണ്ട് മറ്റൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള പണം എങ്ങനെ സ്വരൂപിക്കാം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അന്ന് കെ.എം. മാണി ആ പദ്ധതി നടപ്പിലാക്കുന്നത്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വി.എസ്. ശിവകുമാറൊക്കെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി അതിന് ഒരു രൂപരേഖ തയ്യാറാക്കി ആ പദ്ധതി നടപ്പിലാക്കുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും വൈവിധ്യങ്ങളുള്ള ചികിത്സാ സംവിധാനങ്ങൾ, വിവിധമായ ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക്
ലഭിക്കണമെന്ന ഒരു ആഗ്രഹത്തോടെയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഈ കാരുണ്യ പദ്ധതി ആരംഭിക്കുന്നത് തന്നെ. അന്ന് തന്നെ ആ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനും LDFും ഒക്കെ തന്നെ വലിയ രീതിയിൽ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മുന്നണി സമവാക്യങ്ങളൊക്കെ തന്നെ മാറുന്നു. KM മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇടത മുന്നണിയിലേക്ക് പോകുന്നു. പക്ഷേ ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തു തന്നെ ഈ കാരുണ്യ പദ്ധതിയിലുണ്ടായ നടത്തിപ്പിൽ വലിയ ഒരു പിന്നോട്ടടിക്കൽ ഉണ്ടായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും. അതിൽ പദ്ധതി നടപ്പിലാക്കി കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ധനവകുപ്പ് പണം അനുവദിക്കുന്നതിലുമൊക്കെ ഉണ്ടായ ഒരു കാലതാമസവും എല്ലാം തന്നെ അക്കാലത്തും വലിയ ചർച്ച ആയിരുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സൂചിപ്പിച്ചത്. ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആ പദ്ധതിക്ക് പണം അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം സർക്കാർ നിറവേറ്റുന്നില്ല എന്നതാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ചികിത്സാ സഹായ പദ്ധതി എന്ന നിലക്ക് കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി നടപ്പിലാക്കാതെ പോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് നിർത്തലാക്കേണ്ടി വന്നാൽ അത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് സർക്കാർ തന്നെ വഴിയൊരുക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സർക്കാർ തന്നെ ആ കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. പ്രതിപക്ഷം അത് വലിയ തോതിലൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നാൽ അതിന് മറുപടി പറയുക എന്നുള്ളത് കൂടി സർക്കാരിന് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ തിരുവഞ്ചൂർ സൂചിപ്പിച്ചതനുസരിച്ച് അഖിൽ പറഞ്ഞത് ഈ മാറി വന്ന സർക്കാർ, നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ ഈ പദ്ധതിയൊന്നും നടപ്പാക്കിയില്ല, അതിൻ്റെ ഒരു പൂർത്തീകരണം നടത്തിയില്ല എന്നുള്ളതാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലെ, സംസ്ഥാനത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിൽ മെയിനായിട്ടും വെളിവാകുന്നതെന്ന് പറയുന്നത്. കേൾക്കാമെങ്കിൽ ഇപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞതനുസരിച്ച് അഖിൽ പറഞ്ഞത് ഈ മാറി വന്ന സംസ്ഥാന സർക്കാർ, അതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണ് ഈ ഒരു കാരുണ്യ പദ്ധതി നിലവിൽ കൊണ്ടുവരുന്നത്. എന്നാൽ അതൊരു പദ്ധതി പൂർത്തീകരണം നടത്താത്തത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്. അപ്പോൾ ഇതിനെല്ലാം ഇരകളാവുന്നത് സംസ്ഥാനത്തെ ജനങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഒരു മുൻകാലത്തെ ഒരു സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി, ആ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല. കാരണം ആ പദ്ധതി അങ്ങനെ പൂർണ്ണമായും ഒരു പദ്ധതിയും മുൻകാലത്തെ സർക്കാർ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സർക്കാരിനും അത് പൂർണ്ണമായും നിർത്തലാക്കാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ഒരു അലംഭാവം കാട്ടാൻ മാത്രമേ ഏത് സർക്കാരായാലും അത് സാധിക്കുകയുള്ളൂ. ആ പദ്ധതിയുടെ ഒരു തുടക്കം എന്ന നിലയ്ക്ക്, കാരണം ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറേ അധികം പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടാകും. അപ്പോൾ ആ പേപ്പർ വർക്കുകളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണഭോക്താക്കളും ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്കൊന്നും ആ പദ്ധതി, ഏത് പദ്ധതിയായാലും അങ്ങനെ നിർത്തലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കണം ഈ പദ്ധതികളുടെ നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും കാരുണ്യ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം അത് LDF ഗവൺമെൻറ്റിനും ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ഒക്കെ തന്നെ UDFനും വലിയ തോതിലുള്ള വലിയ പ്രശംസ കിട്ടിയ ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത്. അത് വലിയ തോതിൽ കേരള കോൺഗ്രസ് തന്നെ അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അത് LDFിലേക്ക് എത്തുന്ന സമയത്ത് ജോസ് കെ മാണിക്കൊന്നും അത് കാര്യമായി CPMനോട് ആവശ്യപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. അതാണ് തിരുവഞ്ചൂർ സൂചിപ്പിച്ചത്. ആ നടപ്പിലാക്കിയ സർക്കാർ ഒരു സർക്കാരാണെങ്കിലും ആ നടപ്പിലാക്കാൻ നേതൃത്വം വഹിച്ച ആ ആളുടെ പാർട്ടി, അങ്ങനെയാണ് തിരുവഞ്ചൂർ സൂചിപ്പിച്ചത്. ആ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളുടെ പാർട്ടി ഇന്ന് ഏത് മുന്നണിയുടെ ഭാഗമാണ്, ആ മുന്നണിയല്ലേ ഭരണം നടത്തുന്നത്, അപ്പോൾ ആ മുന്നണിയല്ലേ അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതായിരുന്നു തിരുവഞ്ചൂർ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിലും സൂചിപ്പിച്ചത്. അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള തരത്തിൽ ഞാൻ സൂചിപ്പിച്ചു വെച്ചത്. കാരണം ആ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച വരുത്തിയാൽ അത് പദ്ധതിയും ആദ്യഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതിയാണ് എന്നുള്ള തരത്തിൽ ഏതെങ്കിലും ഒരു ഗുണം കോൺഗ്രസിന് ലഭിക്കുമോ UDFന് ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കണം ഇത്രയും അധികം 1129 കോടി രൂപയുടെ കുടിശ്ശിക എന്ന് പറയുന്നത് ഭീമമായ കുടിശ്ശികയാണ്. അത് നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിന് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നടപ്പിലാക്കുന്ന ഉപസമിതികൾ പോലും ആരംഭിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ച എന്ന് പറയുന്നത് വർഷങ്ങളുടെ കാലതാമസം എടുത്താണ് ആ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു വീഴ്ചയുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലെ സർക്കാർ മെല്ലപ്പോക്ക് ജനങ്ങൾക്ക് ദോഷം ചെയ്യാനുള്ള കാരണം. ആതിര.
ശരി, കാരുണ്യ പദ്ധതിയിലുള്ള സർക്കാരിന്റെ അവഗണനയ്ക്ക് കൂടുതൽ തെളിവ്. പദ്ധതിയുടെ പ്രതിസന്ധി പരിഹാര സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാനും മാസങ്ങൾ നീണ്ടു. സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കോടികൾ കുടിശ്ശിക വന്നതോടെയാണ് പദ്ധതി നിലച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമണം.